നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ പപ്പേച്ചി പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ നിന്നും നിയമസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? മത്സരിക്കാൻ പോകുമെന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ BJP നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. പത്മജ വേണുഗോപാലിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയുണ്ടെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. സുരേഷ് ഗോപി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്മജ അവിടെ ജയിച്ചു കയറി ഇപ്പോൾ നിയമസഭയിൽ എത്തുമായിരുന്നു. കാരണം വെറും 946 വോട്ടിനാണ് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. സുരേഷ് ഗോപി നിന്നതുകൊണ്ടാണ് ആ പരാജയം ഉണ്ടായത് എന്ന് വ്യക്തമാണ്. സുരേഷ് ഗോപി അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ, BJP സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ പത്മജ വേണുഗോപാൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും അവിടെ തർക്കമുണ്ടായില്ല. അവർ MLA ആയി നിയമസഭയിൽ ഇരിക്കുമായിരുന്നു. എന്നാൽ BJP ആ സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നതുകൊണ്ട് ഏറ്റവും മികച്ച ആളെ തന്നെ അവിടെ രംഗത്തിറക്കണമെന്നും ഇത്തവണ കോൺഗ്രസിനെ അവിടെ പരാജയപ്പെടുത്തണമെന്നും BJP ആഗ്രഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ സുരേഷ് ഗോപി ഇറക്കുകയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയും അതുവഴി പത്മജ വേണുഗോപാൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കളം മാറി, ഇത്തവണ അന്തരീക്ഷം മാറി, ഇത്തവണ രാഷ്ട്രീയം മാറി. പത്മജ വേണുഗോപാൽ BJPയിലെത്തി. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പത്മജ വേണുഗോപാൽ. പത്മജ നിന്നാൽ BJPയുടെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും ലഭിക്കുമെന്ന് വിശ്വസിച്ചാണ് പാർട്ടി അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. അവിടെ ചില പ്രദേശങ്ങളിലെ ചില പോക്കറ്റുകളിലെ മുസ്ലിം വോട്ടുകൾ മാറ്റി നിർത്തിയാൽ പിന്നെ BJPക്കുള്ള വോട്ടുകളാണ് പലപ്പോഴും തൃശ്ശൂർ ആ മണ്ഡലത്തിലുള്ളത്. അവിടെ UDF ഒരു കോട്ടയായിരുന്ന കാലമാണ്. തിരുവനന്തപുരം രാമകൃഷ്ണനൊക്കെ മത്സരിക്കുമ്പോൾ തൃശ്ശൂർ എന്നത് UDF കോട്ടയായിരുന്നു. ഇപ്പോൾ അത് BJPയുടെ കോട്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വം വിശ്വസിക്കുന്നത്. BJP നടത്തിയ സർവേയിലും പത്മജ സ്ഥാനാർത്ഥിയായാൽ ഒരുപക്ഷെ ജയിച്ചു കയറുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായി. അങ്ങനെയാണ് പത്മജയെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കം BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഏതായാലും തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയാകും. അവർ അവിടെ നിന്ന് ഒരു 1000 1500 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാമെന്നാണ് ഇപ്പോൾ BJP നേതൃത്വം കരുതുന്നത്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ അവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. BJPയിലേക്ക് ചേർന്ന ഉടനെ തന്നെ മണ്ഡലത്തിലെ പല പരിപാടികളിലും പങ്കെടുക്കുകയും പലയിടത്തും അവർ ഇറങ്ങി നടന്ന് പല പരിപാടികളിൽ പങ്കെടുത്ത് ആളുകളുമായി പരിചയം പുതുക്കി അത്തരത്തിലൊക്കെ അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. BJP നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു അത്. RSSന്റെയും BJPയുടെ നിർദ്ദേശപ്രകാരമാണ് ആ കാര്യത്തിൽ പത്മജ മുന്നോട്ട് പോയത്. ഏതായാലും പത്മജയ്ക്ക് ഇനിയെങ്കിലും അവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ BJP കോൺഗ്രസ് വോട്ടുകൾ പത്മജയ്ക്ക് ലഭിക്കും. കരുണാകരനുമായി ബന്ധപ്പെട്ട ധാരാളം വോട്ടർമാർ ഇപ്പോഴുമുണ്ട്. കെ കരുണാകരൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന പ്രദേശമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുരളി മന്ദിരം എന്നുള്ള കരുണാകരൻ പണിത വീടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആ പ്രദേശത്തൊക്കെ കരുണാകരനുമായി ആത്മബന്ധമുള്ള കുടുംബങ്ങൾ തന്നെയുണ്ട്. അവരുടെയൊക്കെ വോട്ട് പത്മജയ്ക്ക് ലഭിക്കും. അങ്ങനെ പത്മജ ഇത്തവണ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച് കയറിപ്പോരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. ഏതായാലും പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. RSSും അതിന് പച്ചക്കൊടി കാറ്റി. ഏതായാലും പ്രവർത്തനം തുടങ്ങിക്കൊള്ളാൻ പത്മജയ്ക്ക് BJP നിർദ്ദേശം നൽകിയെന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതനുസരിച്ച് അവർ അവിടെ പല പരിപാടികളിലും പങ്കെടുക്കാനും തുടങ്ങി. പലരുമായി ആശയവിനിമയം നടത്താൻ തുടങ്ങി. കോൺഗ്രസ് വോട്ടുകൾ പലതും തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പത്മജ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല സുരേഷ് ഗോപിയും പത്മജയ്ക്ക് വേണ്ടി ഇത്തവണ രംഗത്തിറങ്ങും പ്രവർത്തിക്കാൻ എന്നൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. പത്മജ വേണുഗോപാൽ ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ ഏറെക്കുറെ എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു.